ഹലോ ഫ്രണ്ട്സ്. ഞാൻ കുറേ നാളായെന്ന് തോന്നി ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ. അപ്പം ഞാനിപ്പം ജർമ്മനിയിൽ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഷോർട്സൊക്കെ ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനുള്ള സമയവും ഇല്ല. അത് തന്നെയില്ല, ഇവിടെ വന്നിട്ട് ഡ്യൂട്ടിക്കൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറി തുടങ്ങിയതേ ഉള്ളായിരുന്നു. അങ്ങനെ ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഫെബ്രുവരി 16 ഞാൻ അവിടെ നിന്ന് പോകുന്നത് ജർമ്മനിയിൽ. അതിന് ശേഷം ഇവിടെ എത്തി ഡ്യൂട്ടി, ആദ്യം ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഒക്കെ തുടങ്ങി. അതിനിടയ്ക്ക് എനിക്ക് ലീവ് വന്നായിരുന്നു. ലീവ് വന്നിട്ട് ഞാൻ ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് പോയി. ഇവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡ്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. ചാരിറ്റി യൂണിവേഴ്സിറ്റി ബെർലിൻ എന്ന് പറയും ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, ബെർലിനിലാണ്. ഇത് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്, അത് മോനും എന്ന് പറയുന്നതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. നമുക്ക് എല്ലാം പരിചയമായി വരുന്നതൊക്കെ ഉള്ളായിരുന്നു. അപ്പം ഒന്നും അങ്ങനെ അറിയില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി. പിന്നെ തുടക്കം വന്നതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ. നമുക്ക് ലാംഗ്വേജ്, എത്ര നമ്മൾ ലാംഗ്വേജ് അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നാലും ഇവിടെ വന്നു കഴിയുമ്പം വേറൊരു രീതിയാണ്. കാരണം പേഷ്യൻസിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ കൊളീഗ്സ് സംസാരിക്കുന്നത്, യൂബർഗാബ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹാൻഡ് ഓവർ കൊടുക്കത്തില്ല, അത് തന്നെയാണ്. അത് കുറച്ച് പാടാണ് അത് മനസ്സിലാക്കാനും. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കേണ്ട ഇതൊക്കെ വരും. ഇപ്പം ഞാൻ അനാർക്കനും, അതായത് ഇവിടുത്തെ ലൈസൻസ് എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അടുത്ത മാസം ലാംഗ്വേജിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്, എക്സാം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒക്കെ അനാർക്കനിങ്ങിലേക്ക് കിടക്കുക. ഇത് സ്റ്റുഡൻസിന് കൊടുക്കുന്ന പോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഒരു കിച്ചൺ ഏരിയ ഉണ്ട്, പിന്നെ ഒരു ബാത്റൂം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ വെള്ള ഇഷ്യൂസ് ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ബോട്ടിൽസ് ഇത് കണ്ടോ, ഇതൊക്കെ തന്നിരിക്കുക. അതിനകത്ത് മൈക്രോബ്സ് ഏതാണ്ടൊക്കെ അണുക്കളൊക്കെ ഉണ്ട്, ആ വെള്ളം കുടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നു. ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഇന്നലെ ഞാൻ വന്നത്. തുടക്കത്തിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ. നമ്മൾ ആദ്യം ഇവിടെ നിൽക്കുന്നു അല്ലേ, നമ്മൾ എല്ലാവരെയും വിട്ടിട്ടാണ് നമ്മളിവിടെ വന്ന് തന്നെ ജീവിതം തുടങ്ങുകയാണ്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ കൂടെ അവരും ഡ്യൂട്ടിക്ക് പോകും. നമ്മളെപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ. അപ്പം പിന്നെ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ടുകൾ. നമ്മൾ ചെന്നു, ആദ്യം തുടക്കമാകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, എല്ലാം അഡ്ജസ്റ്റായി വരണം. അതുപോലെ നല്ല ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ, മുടി പോകുന്ന പോക്ക് അറിഞ്ഞുകൂടാ, നല്ലപോലെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒക്കെ പോകുന്നു. പിന്നെ ഉച്ചയ്ക്കായിരുന്നു എനിക്ക് ഡ്യൂട്ടി. സ്പെയ്ഡിൻസ്റ്റ് എന്ന് പറയും, ഉച്ചയ്ക്ക് പോകണം. ഞാൻ ദുബായിൽ നിന്ന് വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ പകുതി സാധനവും കേടായിപ്പോയി. കാരണം എൻ്റെ ഫ്ലൈറ്റ്, ഞാൻ വന്നത് നമ്മുടെ ഖത്തർ എയർവേസിലാണ്. അങ്ങോട്ട് പോയപ്പോഴും അത് തന്നെയായിരുന്നു. ഒരു ഡേ ഞാൻ ലേറ്റായി മീൻസ് എൻ്റെ ഫ്ലൈറ്റ് എന്തോ ക്യാൻസലായി. പിന്നെ എനിക്കൊരു അവിടെ ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു ദോഹയിൽ, അല്ല ബെർലിനിൽ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് രാവിലെ. പിന്നെ പോയി കുറേ സാധനങ്ങൾ അത് ഇതൊക്കെ വാങ്ങി തിരിച്ചിവിടെ എത്തി. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ ദോഹയിൽ വെച്ചിട്ട് ഫ്ലൈറ്റ് ഡിലേ ആയി. കാരണം ലേറ്റായി, ഷാർജയിൽ നിന്ന് ദോഹയ്ക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ദോഹയിൽ നിന്ന് ഫ്ലൈറ്റ് ഡിലേ ആയി. സോ അന്ന് എനിക്കൊരു ലോഞ്ച് അറേഞ്ച് ചെയ്ത് തന്നു. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേയിൽ മോർണിംഗ് 9 മണിക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കേടായിപ്പോയി. പിന്നെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. കുറേ ചിപ്സ് അത് ഇതൊക്കെ കൊണ്ടുവന്നു, അത് കുഴപ്പമില്ല കേട്ടോ, ബാക്കിയുള്ളതെല്ലാം ഓക്കെ. അങ്ങനെ അത്യാവശ്യ സാധനമൊക്കെ, വലിയ മോർണിംഗൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ അതിനുള്ളിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനുള്ള ചോറും പിന്നെ
ചെറുപയറും മറ്റേ നമ്മുടെ കൂമ്പില്ലേ ആ സാധനം കൂടി ഇട്ട് ഒരു തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. അച്ചാറുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കറി വെക്കണം എന്ന് കരുതാണ്. പക്ഷെ ഞാൻ ഉറങ്ങി എണീറ്റിപ്പോൾ കുറച്ച് സമയം വൈകി. എൻ്റെ തൊണ്ട 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. കാരണം ലോഞ്ചിലിരുന്ന് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പോണു. ഇനി എക്സാം ഉണ്ട്, അപ്പോൾ അവിടുന്ന് വന്നു. ഇനി ഞാൻ 10 ദിവസമാണ് ലീവ് എടുത്തത്. ടോട്ടൽ നമുക്ക് 30 ദിവസം ഉണ്ട്. 10 ദിവസം ലീവ് എടുത്തു. ഇനി ഒരു 10-15 ദിവസം കൂടെ ഉണ്ട്. അത് എക്സാമിന് മുമ്പ് എടുക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഓർത്ത് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയാലോ, കുറച്ചൊക്കെ വീഡിയോസ് ഇടുവാണെങ്കിൽ നല്ലതല്ലേ, നമ്മുടെ തന്നെ കുറച്ച് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ യൂട്യൂബിൽ ഒത്തിരി എഡിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ഇടാൻ എനിക്കറിയില്ല. ഇത് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷെ അധികമൊന്നും ലോങ് വീഡിയോസൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ വീട് കോട്ടയത്താണ്, കറുകച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്, നഴ്സിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഒരാൾ അയർലൻഡിലും പിന്നെ ഒരാൾ സൗദിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അവരും പോയിട്ട് ഇപ്പോൾ കുറച്ച്, രണ്ടാമത്തെ അനിയത്തി പോയിട്ട് 2 വർഷമായി. ബാക്കി ഒരാൾ പോയിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ കേട്ടോ. ഞാൻ പോകുന്നത് എനിക്ക് പുറകെയാണ് നമ്മൾ സൗദിയിൽ പോയത്. എല്ലാവരും നേഴ്സസാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഗോൾഡ് കമ്പനി ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു. വീട്ടിലിപ്പം മമ്മി അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്താണ്. ഓക്കെ, എനിക്കങ്ങനെ ഒത്തിരി വീഡിയോസ് എടുത്ത് അങ്ങനെ ശീലമില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്കില്ല. ആകെപ്പാടെ എത്ര 560 സംതിങ് അങ്ങനെ കണ്ടുള്ളൂ കേട്ടോ. അതൊക്കെ എന്നോ വെറുതെ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ അവിടെ ഒരു ഫിഷ് അക്വേറിയത്തിൻ്റെ ഒരു സംഭവത്തിന് പോയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചെയ്ത ഒരു സംഭവമാണ് അത്. അങ്ങനെ അങ്ങ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതൊന്നും ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കാരും എനിക്കറിയില്ല അത് അവർ ഇടുന്നത് അതിന് വേണ്ടിയാണ്. നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മളങ്ങ് ഇട്ട് പോകണതാണല്ലേ. അപ്പം അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇനി ഡ്യൂട്ടിക്ക് പോകണം. ഫുഡൊക്കെ എടുത്ത് ചിലപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുപോകും കേട്ടോ, അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കഴിച്ചിട്ട് പോകും. പിന്നെ വരുമ്പോൾ സമയം കുറയാവും. ഹാൻഡ് ഓവറൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പം കുറേ ടൈമാവും. സോ അപ്പം വേറെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയാം ഇത് എങ്ങനെയാണ് ഞാനിവിടെ വന്നത്, എങ്ങനെയാണ് എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടന്നത്, എനിക്ക് എത്ര രൂപ ഇവിടെ കൊടുക്കേണ്ട വന്നു, പിന്നെ എന്താണ് ഞാൻ എക്സാംസ് ഒക്കെ എഴുതേണ്ട വന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. അതെനിക്ക് സമയമുള്ളവർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരിൽ ഇട്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണല്ലേ, വെള്ളത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. ഞാനിങ്ങനെ ദുബായ് അവിടെ വെച്ച് ഇങ്ങനെ കണ്ടു എന്താണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്നോട് എങ്ങനെ എത്തി, പിന്നെ എനിക്കാരാണ് പ്രോസസ്സിങ് ഒക്കെ ചെയ്തു തന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാം ചെയ്യുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ഫ്രീ ടൈം വേണം. ഇതിപ്പോൾ ഞാൻ വന്നതിൻ്റെ ആ ഒരു ഇങ്ങനെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.